പ്രീസ് ലോർഡ്, ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ. ഒരു ചെറിയ ചിന്ത ദൈവമക്കളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് യേശു കർത്താവിനെ ധ്യാനിക്കണം. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ, അതായത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിരോധം കടന്നു വന്നു. അവിടങ്ങളിലൊന്നും കർത്താവ് ക്ഷീണിച്ച് മടുത്തു പോയില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ക്ഷീണം തട്ടാറുണ്ട്, മടുത്തു പോകുന്ന മേഖലകൾ കടന്നു വരും. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശക്തനായി ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു മനുഷ്യനാണ് എലിയാവ്. ദൈവിക കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും കർത്താവിൻ്റെ അരുളപ്പാടുകളെ, ആലോചനകളെ ഭയം കൂടാതെ പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ രാജകൊട്ടാരത്തിൽ പോലും കയറി ചെന്ന് പറഞ്ഞ ഒരു പ്രവാചകനാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിലും മടുപ്പ് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു മാനുഷിക വാക്കിന് മുൻപിൽ ഏലിയാവും തളർന്നുപോയി, മടുത്തുപോയി. ജീവിതം പോലും വേണ്ട, കർത്താവെ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല, എന്നെ എടുത്തുകൊള്ളണമേ എന്നൊക്കെ താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും മടുപ്പ് കടന്നു വരും, തളർന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വരും. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ കർത്താവിനെ ധ്യാനിച്ചു കൊള്ളണം. സ്തോത്രം. വിരോധം സഹിച്ച ഒരു കർത്താവാണ്. പാപികളാൽ ഒത്തിരി വിരോധം സഹിച്ചു. അവിടങ്ങളിൽ യേശു കർത്താവിന് ക്ഷീണിക്കാമായിരുന്നു, മടുത്തു പോകാമായിരുന്നു. എന്നാൽ കർത്താവ് പിതാവുമായുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ ഉറ്റിരുന്നത് കൊണ്ട് മടുത്തു പോകുവാൻ സാധ്യത ഉണ്ടായില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള എല്ലാ ക്ഷീണങ്ങളും, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മടുപ്പുകളും, മടുത്തു പോകുന്ന സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് മറികടക്കുവാൻ, അതിനെയൊക്കെ അതിജീവിപ്പാൻ ദൈവം നമുക്ക് ശക്തി തരും, കർത്താവ് നമുക്ക് ബലം തരും. അതുകൊണ്ട് ഉള്ളിൽ ക്ഷീണം തട്ടുമ്പോൾ, ഉള്ളിൽ മടുപ്പ് തോന്നുമ്പോൾ കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ കർത്താവ് അത് അറിയുന്നുണ്ട്. കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ, കർത്താവിനെ ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മയൊക്കെയും സഹായിക്കുമാറാകട്ടെ.